നിങ്ങളൊരു കത്രിക ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. കത്രിക നമ്മളെ കയ്യിൽ നിന്ന് വീഴുക അല്ലെങ്കിൽ മെഷീൻ്റെ മേശര മുളന്ന് താഴേക്ക് വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കത്രികയുടെ മൂർച്ച പെട്ടെന്ന് പോകും കേട്ടോ. അപ്പം അത് എങ്ങനെ നേരെയാക്കാം, പെട്ടെന്ന് നേരെയാക്കാം. നമുക്ക് കടയിൽ പോയിട്ട് മൂർച്ച കൂട്ടാനും അതുപോലെ അവർ വന്ന നേരെയൊക്കെ ചെയ്യാനും വഴിയില്ലെങ്കിൽ അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഇത് മൂർച്ച കൂട്ടാം എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അതിന് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, കത്രികയുടെ ഒന്ന് അകത്തി പിടിപ്പിക്കുക. അകത്തി പിടിച്ചിട്ട് നമ്മൾ നൂലുവെട്ടിയില്ലേ, മെഷീനിൽ നമ്മൾ മെഷീനെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഉണ്ടാവും നൂലുവെട്ടീൻ്റെ പുറകുവശം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒന്ന് വെച്ചിട്ട് കത്രികയുടെ ഈ ചെരിഞ്ഞ വശം ഉണ്ടാവില്ല, കത്രിക മൂർച്ചുള്ള ഭാഗം ഒന്ന് ചെറുതായി ചെരിഞ്ഞിട്ടുണ്ടാവും. അതേ സ്ലോപ്പിൽ തന്നെ നമ്മൾ ഈ നൂലുവെട്ടിയും പിടിക്കുക. നൂലുവെട്ടി പിടിച്ചിട്ടതിന് ശേഷം നമ്മൾ ഒന്ന് ഉരതി കൊടുക്കുക. നന്നായിട്ട് നമ്മൾ ഉരതുമ്പോൾ തന്നെ നമുക്ക് അതൊന്നൊരു പിടുത്തുണ്ടാവും കേട്ടോ. അങ്ങനെ മിനുസല്ല, രണ്ടും നമ്മളിപ്പോൾ ഇരുമ്പോണ്ട് പിടിക്കുമ്പോൾ അത് മിനുസല്ല ഉണ്ടാവും, ഒരു മൂർച്ച കൂടുന്നതിൻ്റെ ആ ഒരു പിടുത്തുണ്ടാവും. അങ്ങനെ രണ്ട് വശവും, അതായത് കത്രികയുടെ രണ്ട് വശവും തേക്കണം കേട്ടോ. രണ്ട് വശവും നന്നായി ഉരച്ചു കൊടുത്തിട്ട് നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഇത് ഉപയോഗിക്കാം. ഇങ്ങനെ മൂർച്ച കൂട്ടാം കേട്ടോ. നമ്മൾ അരം വെച്ചിട്ടും ചെയ്യാം. അരം വെച്ച് അരമില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം എന്നുള്ളത്, ഇങ്ങനെ അവർ വരാനും വഴുകല്ലേ, അപ്പം എന്ത് ചെയ്യാം, വെറുതെ നൂലുവെട്ടി കൊണ്ട് ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പം ഇത് നന്നായിട്ട് മൂർച്ച വന്നു. അപ്പം നിങ്ങൾക്കും ഇത് കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് ഞാനിത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ അത്യാവശ്യ ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ മൂർച്ച പോണ സമയങ്ങളിൽ നിങ്ങളൊന്ന് ഇത് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കണ്ടോ, നമുക്ക് നന്നായി മൂർച്ച വന്ന് നോക്കിയൊക്കെ പിടുത്തൊന്നും ഇല്ലാതെ കത്രിക കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ, മുറിക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഞാനൊന്ന് ഉപയോഗിച്ചപ്പോൾ എനിക്കത് നല്ല ഉൾക്കൊണ്ട്. അതുകൊണ്ട്